സുന്ദരിമാരായിട്ടുള്ള എയർ ഹോസ്റ്റസിനെയൊക്കെ വായി നോക്കി നമ്മളിപ്പോൾ ഇരിക്കുന്നത് ചെന്നൈ എയർപോർട്ടിലാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും ഉണ്ട് മനും ഉണ്ട് കേട്ടോ. വേറെ കൂടെ രണ്ടുപേരുണ്ട്, വഴിയെ മനസ്സിലാവും. അങ്ങനെ എയർപോർട്ടൊക്കെ ചുറ്റി കറങ്ങി ജസ്റ്റ് ഒരു വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള ടൈമായി. ഒരു ബസ്സിൽ കയറി നമ്മൾ ഫ്ലൈറ്റിനടുത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഒരു മച്ചാൻ ആ ഫ്രെയിമിൽ വന്ന് നിൽക്കുന്നുണ്ടോ, നല്ല രസമില്ലേ. പുള്ളി ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അവിടുന്ന് കുറേ ഫ്ലൈറ്റൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പാപ്പിയാണ് കേട്ടോ കയറി പോകുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണേ. അവിടുന്ന് കുറച്ച് നേരമായിട്ട് നമ്മളും ക്യൂലായിരുന്നു, കയറി അകത്ത് ചെന്നു. പോകുന്ന വഴിക്ക് നമ്മൾ വീണ്ടും പൈലറ്റിനെ കണ്ടു. എല്ലാവരും ബാഗൊക്കെ വെക്കുന്ന തിരക്കിലാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കയറി കേട്ടോ. ആൾക്കാരെല്ലാം കയറി അപ്പോഴത്തേക്കും ഫ്ലൈറ്റ് എടുക്കുന്ന അനൗൺസ്മെൻ്റൊക്കെ വന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാണുന്ന ഈ കാഴ്ച കണ്ടു. ചെന്നൈയുടെ ആകാശ ദൃശ്യമാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു സ്നാക്സൊക്കെ കിട്ടി. ഒന്നും കഴിക്കാനൊന്നും തോന്നില്ല. കൂടെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു, അത് കുടിച്ചു. ചെറുതായിട്ടൊന്ന് മയങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് കാണുന്നത് ഈ കാഴ്ചയാണ് കേട്ടോ. നല്ല ഗോൾഡൻ ഹവറായിട്ടുള്ളൊരു ടൈമായിരുന്നു. കണ്ടില്ലേ? ചേച്ചി പറഞ്ഞ വേറൊന്നുമല്ല, അടുത്ത 20 മിനിറ്റ്സ് നമ്മൾ ലാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. നല്ല കട്ട മേഘമായിരുന്നു കേട്ടോ. കുറച്ച് പേടിയാവും, ചെറിയ ചെറിയ ഷിവറിങ്ങൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഈ കാണുന്നത് അവിടുത്തെ ട്രൈബൽസിൻ്റെ ദ്വീപാണ്. സെൻറ്റിനീൽസ് എന്നാട്ടോ അവരെ പറയുന്നത്. അത് ഞാൻ കൂടുതലായിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനി അങ്ങോട്ട് നിരന്തരം നിങ്ങൾ കാണാൻ പോകുന്നതും ആൻഡമാൻ വിഷ്വൽസ് ആയിരിക്കും. അപ്പോൾ ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.